മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഫെബ്രുവരി 6-ാം തീയതി സഭ ഇന്ന് പോൾ മിക്കിയും അവൻ്റെ സഹചരന്മാരുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. 1592 വരെ ജപ്പാനിൽ ക്രൈസ്തവർക്കെതിരെ വലിയ പീഡനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 1596 രാജാവ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ വളർച്ച കണ്ട് ഇവർ തൻ്റെ രാജ്യവും സിംഹാസനവും ഒരുപക്ഷെ അവർ അപഹരിക്കുമെന്ന് പേടിച്ചുകൊണ്ട് മിഷണറിമാർക്കെതിരെ കൊടിയ പീഡനം ആരംഭിച്ചു. ആ പീഡനത്തിന്റെ ഫലമായിട്ട് പോൾ മിക്കിയും 25 സഹചരന്മാരെ ജയിലിലടച്ചുകൊണ്ട് കൊടിയമായ പീഡനങ്ങൾ അഴിച്ചുവിട്ടു. അവരുടെ ചെവി മുറിച്ചു കളഞ്ഞു. ഈ പീഡനങ്ങൾ കണ്ടുകൊണ്ട് ആരും ഇനി ക്രിസ്ത്യാനിയാകരുതെന്നും ക്രിസ്ത്യാനിയായിട്ടുള്ളവർ അവരുടെ വിശ്വാസം ഉപേക്ഷിക്കണമെന്നും രാജാവ് ശാസന പുറപ്പെടുവിച്ചു. 1597 ഡിസംബറിൽ അവരെ വധിക്കുവാൻ വേണ്ടി രാജ കൽപ്പനയുണ്ടായി. അങ്ങനെ അവരെ നാഗസാക്കി കുന്നിൽ കൊണ്ടുപോയി അവരെ കുരിശിൽ തൂക്കി കൊല്ലുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് പോൾ മിക്കി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. യേശുവിന്റെ സുവിശേഷത്തെ പ്രതി കൊല്ലപ്പെടുന്നതിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നുവെന്നാണ് കുരിശിൽ കിടന്നുകൊണ്ട് പോൾ മിക്കി പറഞ്ഞത്. 1862 ജൂൺ 8-ാം തീയതി പയസ് 9-ാം മാർപ്പാപ്പ പോൾ മിക്കിയെയും അനുചരന്മാരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ സ്നാപക യോഹന്നാന്റെ മരണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഹെരോദേസ് ഭയപ്പെടുകയാണ്. താൻ കൊന്ന യോഹന്നാനാണോ, സ്നാപക യോഹന്നാനാണോ ഈ വന്നിരിക്കുന്നത് എന്നോർത്തുകൊണ്ട് അവൻ ഭയപ്പെടുന്നു. കാരണം അവനിൽ ഒരു കുറ്റബോധം ഉണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ, നിന്റെ പ്രവൃത്തിക്കനുസരിച്ച പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്ന്. സ്നാപക യോഹന്നാനെ താൻ കൊന്നു, തന്റെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം ഒരുപക്ഷെ തനിക്ക് കിട്ടുമെന്ന് ഹെരോദേസ് ഭയപ്പെട്ടിട്ടുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, സിംഹം ഇരയ്ക്കു വേണ്ടി പതിഞ്ഞിരിക്കുന്നത് പോലെ പാപം പാപിക്കു വേണ്ടി കാത്തിരിക്കുന്നുവെന്ന്. മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന ചില പ്രവർത്തികൾ അവന് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് ഹെരോദേസ് അത് ഭയപ്പെടുകയാണ്. തന്റെ പ്രവർത്തിക്കനുസരിച്ച പ്രതിഫലം തനിക്ക് ഒരുപക്ഷെ കിട്ടുമായിരിക്കും. യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവൻ പറയുന്നു, ഇവൻ ഞാൻ കൊന്ന സ്നാപക യോഹന്നാൻ വീണ്ടും വന്നിരിക്കുകയാണോ എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസത്തിൽ നമ്മൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോഴും വിശുദ്ധ പോൾ മിക്കിയുടെയും 25 അനുചരന്മാരുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ പോൾ മിക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. യേശുവിന്റെ സുവിശേഷത്തെ പ്രതി കൊല്ലപ്പെടുന്നതിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നുവെന്ന്. യേശുവിന്റെ നാമത്തെ പ്രതി ഞാൻ പീഡ അനുഭവിക്കുന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നുവെന്ന് പറയുമ്പോൾ ഇന്നിന്റെ ദിനത്തിൽ എന്റെയും സുഹൃത്തെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ യേശുവിന് വേണ്ടി സാക്ഷ്യം നൽകാൻ കഴിയുന്ന അവസരങ്ങളെ ഒരിക്കലും പാഴാക്കി കളയാതിരിക്കണമേ. നമ്മുടെയൊക്കെ ഒരുപക്ഷെ ചെയ്യുന്ന പല പാവങ്ങൾക്കുള്ള അതിന്റെ തിന്മകൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു ഭവിക്കുമോ എന്ന് ഭയപ്പെടുന്നവരായിരിക്കാം നമ്മൾ. വചനം പറയുന്നു, പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന്. ഇന്നേ ദിനത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. God bless you. Amen.